ഒരു സംശയം കൂടി നിവാരണം ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതായത് എൻ്റെ നാട്ടിൽ ഒരാൾക്ക് ഒരു മാരകമായ രോഗം പിടിപെട്ടു. അപ്പോൾ എല്ലാവിധ ചികിത്സയും ചെയ്തു. ഈ ഇസ്തിഹാസം, തവസ്സുലും, അതേപോലെ അസ്മാവും മന്ത്രവും ഉറുക്കൊക്കെ ചെയ്തു. അതേപോലെ പിന്നാണ് ഇതൊക്കെ എല്ലാ പരിപാടികളും ചെയ്തു. എന്നിട്ടൊന്നും സുഖമായില്ല. ലാസ്റ്റ് ഒരാൾ പറഞ്ഞു അദ്ദേഹത്തോട്, തൃശ്ശൂർ ഭാഗത്ത് ഒരു നാഗക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൽ ദേവിക്ക് വേണ്ടി ഒരു നാഗത്തെ, ഒരു പാമ്പിനെ, ഒരു സ്വർണ്ണത്തെ ഇത്ര ഗ്രാം സ്വർണം എന്ന് പറഞ്ഞു, ഇത്ര സ്വർണം കൊണ്ട് ഒരു പാമ്പിനെ ഉണ്ടാക്കി കൊടുത്താൽ ആ അമ്പലത്തിൽ ദേവിക്ക് സമർപ്പിച്ചാൽ രോഗം സുഖമാകുമെന്ന്. എന്നിട്ട് അദ്ദേഹത്തിന് പിന്നെ ആ ദേവൻ അതേപോലെ ആത്യന്തികമായി ഗുണം ചെയ്യുന്നൊന്നും അദ്ദേഹത്തിന് വിശ്വാസമൊന്നുമില്ല. അദ്ദേഹം അത് ചെയ്തു. അതേപടി അദ്ദേഹത്തിന് രോഗം സുഖപ്പെട്ടു. അതായത് ഓരോ കാവിലും പിന്നെ ശൈത്താന്മാരെ കുടിയിരുത്തുകയാണ് ഇവർ. ഈ ബിംബത്തിന്റെ മേലിൽ ശൈത്താനെ കുടിയിരുത്തിക്കൊണ്ടാണ് അവരുടെ പൂജാകർമ്മങ്ങളൊക്കെ അവർ നിർവഹിക്കുക. ഓരോ കാവും ഉണ്ടാക്കുന്നത് ശൈത്താന്മാരെ കൊണ്ടുവന്ന് കുടിയിരുത്തിക്കൊണ്ടാണ് കാവുകൾ നിർമ്മിക്കപ്പെടുന്നത്. അപ്പോ ഇവിടെ തവസ്സുലും ഇസ്തിഹാസമൊക്കെ നടത്തുന്നത് സാലിഹീങ്ങളായ സുഹദാക്കള്, അതേപോലെ അത്തരത്തിലുള്ള ആളുകളെ മുൻനിർത്തിക്കൊണ്ടാണ് എന്നാണ് മദ്രസയിലൊക്കെ ഇപ്പൊ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഈ ശൈത്താനിനോട് തവസ്സുൽ ഇസ്തിഹാസമൊക്കെ പറ്റുമോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഇതുകൊണ്ട് കാരണം അവരും ഗുണം ചെയ്യുന്നുണ്ടല്ലോ, ശൈത്താനൊക്കെ ഗുണം ചെയ്യുമെന്ന് നേരത്തെ ഉസ്താദ് തന്നെ സൂചിപ്പിച്ചു. അപ്പോൾ ഈ ശൈത്താനിനോട് ഈ ഗുണം പ്രതീക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു രോഗം മാറുക എന്നുള്ള ഇതുകൊണ്ട് ശിർക്കാകുമോ, അതല്ല ശിർക്കും അല്ലെങ്കിൽ ശരഈയായ വിധിയിൽ ഇസ്ലാമിന് പുറത്തു പോകാൻ വല്ല സാധ്യതയുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. അദ്ദേഹം ചോദിച്ചത് വളരെ മാരകമായ ഒരു പ്രശ്നമാണ്. അതായത് നമ്മുടെ രാജ്യത്ത് മുസ്ലിം സാധാരണക്കാർക്കിടയിൽ കടന്നുകൂടിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ തെറ്റായ ഒരു പ്രവണത, അതായത് ഇന്ന ക്ഷേത്രത്തിൽ ഇന്നത് കൊടുത്താൽ നിങ്ങൾ രോഗം സുഖമാകുമെന്ന് പറയും. രോഗം ഇത് ഈ കേസിൽ സുഖായി എന്ന് പറഞ്ഞേ, സുഖായി എന്ന് പറഞ്ഞു. അങ്ങനെ സുഖാവും ചെയ്യും, അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പൊ ആളുടെ വിശ്വാസം വഴിപഴക്കാൻ ഈ മേഖലയിൽ വളരെ സാധ്യതയുണ്ട്. യഥാർത്ഥത്തിൽ പറഞ്ഞൊക്കെ സത്യമായിരിക്കാം, നമ്മളാണ് സംശയത്തോട് കാണാനില്ല. കാരണം ഹദീസിലുണ്ട് ഈ പൈശാചികമായ രോഗങ്ങൾ അത് സുഖപ്പെടുത്താനും സുഖപ്പെടുത്താതിരിക്കാനും ആ രോഗം ഉണ്ടാക്കാനും ഉണ്ടാക്കാതിരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ആർക്കുണ്ട്? പിശാചിനുണ്ടല്ലോ. അപ്പൊ ഒരാൾക്കൊരു പിശാചിന് ഉപദ്രവം വരുത്തുകയാണെങ്കിൽ ആ ഉപദ്രവങ്ങളെ വരുത്തിക്കൊണ്ടിരിക്കുക. എന്നാ പിശാചിന്റെ ക്ഷേത്രത്തിക്ക് നേർന്നാല് തൽക്കാലം കുട്ടികൾക്ക് ബോധ്യപ്പെട്ട പിശാച് പിൻവാങ്ങി രിവാങ്ങി സുഖമാകാം. ഞാനിത് വെറുതെ നിഗമനം പറയുന്നതല്ല. അബൂദാവൂദ് നിവേദനം ചെയ്ത ഹദീസിൽ കാണാം, അൻ സൈനബ റളിയല്ലാഹു അൻഹ, സൈനബ ബീവിയെ തൊട്ട് റിവായത്ത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്ന പ്രഗൽഭനായ സ്വഹാബിയുടെ പത്നിയാണ് അവര്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വീട്ടിൽ വന്നപ്പോ അവിടെ റഅ ഹൈതൻ ഫീ ഉനുഖി, എന്റെ കഴുത്തിലുണ്ട് മന്ത്രിച്ചൂടി കെട്ടിയൊരു നൂല്. അബ്ദുള്ള ചോദിച്ചു, എവിടുന്നടി നൂല് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഹൈത്തുർ റുഖിയലി ഫീഹി, മന്ത്രിച്ചൂടി കെട്ടിയ നൂലാണ് പറഞ്ഞു. فأخذه وقطعه فقال أنتم آل عبد الله لأغرقكم الشرك. അദ്ദേഹം ആ നൂല് പൊട്ടിച്ച് വലിച്ചെറിഞ്ഞിട്ട് പറഞ്ഞു, എന്താണ് നിങ്ങൾക്ക് വിചാരിച്ചിട്ടുള്ളത്? നിങ്ങൾക്ക് അബ്ദുല്ലാഹി മസൂദിന്റെ കുടുംബത്തിലെ അംഗങ്ങളാ, നിങ്ങൾ ശിർക്കിൽ നിന്ന് മുക്തരാവുക തന്നെ ചെയ്യണമെന്ന് പറഞ്ഞ് വളരെ ശക്തമായി അപലപിച്ചു. ഈ സമയത്ത് ആ സഹോദരി പറഞ്ഞു, അത് എതിർക്കാൻ കാരണം എന്റെ കണ്ണിന് രോഗം, കണ്ണിങ്ങനെ തുള്ളു, നിൽക്കാതെ തുള്ളു. ഞാൻ അയൽക്കാരനായ ആ ജൂതന്റെ വീട്ടിൽ പോയി, ജൂതൻ ആ നൂല് മന്ത്രിച്ചത് തന്നാൽ കെട്ടിയാൽ മതി, അപ്പം നിൽക്കും ചെയ്യും. ഇത് കാണാത്ത കാരണം കുറെ കാലം ഇത് കെട്ടാൻ തുടങ്ങുന്നു പറഞ്ഞു. അപ്പൊ മഹാനായ അബ്ദുല്ലാഹി മസൂദ് റളിയല്ലാഹു അൻഹു അവരുടെ ആ സംശയം ചോദ്യം ചെയ്താൽ അത് തെറ്റാണെന്ന് പറഞ്ഞില്ല. അബ്ദുല്ലാഹി മസൂദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പിശാചുണ്ടാക്കുന്ന രോഗങ്ങൾ അങ്ങനെ തന്നെയാണ്, പക്ഷെ അതിന് പകരം നിനക്ക് ഇങ്ങനെയും ചെയ്യാമായിരുന്നു, ഗുണമാക്കാനായി നിനക്ക് മതിയാകുമായിരുന്നു, ഇസ്ലാമിൽ അംഗീകൃതപ്പെട്ട ഇന്ന മന്ത്രം ചൊല്ലിയാൽ മതിയാകുമായിരുന്നു എന്ന് പറഞ്ഞു കൊടുത്ത സംഭവം സ്വഹീഹായ ഹദീസിൽ കാണാം. നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിശാചിന് മനുഷ്യന് ദോഷം വരുത്തി വെക്കാൻ സാധിക്കും. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിന്റെ അനുമതിക്ക് വിധേയമായ എല്ലാം ചെയ്യാൻ കഴിയുന്ന കാര്യം തീർച്ച. ആ പിശാചിന് രോഗമുണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ ആ പിശാചിനെ പ്രീതിപ്പെടുത്തിയാൽ പിശാചിൽ നിന്നായി പിൻവാങ്ങാനും ആ രോഗം സുഖമാകാനും ഇടയുമുണ്ട്. അതുകൊണ്ട് ഇത്തരം അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ അനുഭവം ശരിയായിരിക്കാം, എന്നാൽ പോലും പിശാചുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് നേർച്ച നേടൽ, ബന്ധപ്പെട്ട വിഗ്രഹങ്ങളോടോ അല്ലെങ്കിൽ പിശാചുകളോടോ നമ്മൾ സഹായം ചോദിക്കൽ, അത് അമുസ്ലിങ്ങളുടെ ആചാരമായതുകൊണ്ട് അങ്ങനെ ഒരാൾ ചെയ്താൽ അയാൾ മുശ്രിക്കായി കാഫിറായി ഗണിക്കപ്പെടും. ഇസ്ലാമിന്റെ മസലയാണ് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഗുരുവായൂരപ്പ രക്ഷിക്കണമെന്ന് പറഞ്ഞ എളുപ്പമുള്ള ഉദാഹരണം പറയാ. ഗുരുവായൂരപ്പൻ
ഇവിടെ സൂചിപ്പിച്ചതുപോലെ അങ്ങേയറ്റം ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയില്ല എന്ന് തന്നെ നമ്മുടെ വിശ്വാസം. പക്ഷെ എന്നാലും അവിടെ പോയങ്ങനെ സുഖാകുന്നുണ്ടല്ലോ, അത് അള്ളാഹുവിന്റെ ഇതിനോടുകൂടി തന്നെ ആയിക്കോട്ടെ എന്ന വിശ്വാസത്തോടു കൂടി തന്നെ നമ്മൾ ഗുരുവായൂരപ്പനോട് സഹായം ചോദിച്ചാൽ, അല്ലെങ്കിൽ ഗുരുവായൂരപ്പന് നേർച്ച നേർന്നാൽ, അല്ലെങ്കിൽ ക്ഷേത്രത്തിലേക്ക് നിവേദ്യം അർപ്പിച്ചാൽ ആ അർപ്പിച്ച ആള് മുശ്രിക്കായി കണക്കാക്കപ്പെടും. എന്തുകൊണ്ട്? കാഫിറുകൾ ദൈവമായി കണക്കാക്കുന്ന, കാഫിറുകൾ ദൈവങ്ങൾക്കുള്ള പൂജാകേന്ദ്രമായി കണക്കാക്കുന്ന ആ ദൈവത്തോടുള്ള സഹായാർത്ഥനയും ആ ദൈവത്തിന്റെ കേന്ദ്രത്തിലേക്കുള്ള നേർച്ചയുമായതുകൊണ്ട് നമ്മൾ ആ ദൈവത്തെ ദൈവമായി അംഗീകരിക്കുന്നവരാണെന്ന് പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൊണ്ടാണ് മുശ്രിക്കായിട്ട് ഗണിക്കപ്പെടുന്നത്. സഹോദരങ്ങളെ, ഇത് കഴിഞ്ഞിട്ട് ഇച്ചിരി കൂടെ കേൾപ്പിക്കണ്ടത് അവിടെ നിൽക്കട്ടെ. ഇയാളെന്താ പറഞ്ഞത്? ഇപ്പോ ഒന്നാമതായി പറഞ്ഞത് അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ. പക്ഷേ പ്രാർത്ഥിക്കപ്പെടുന്ന വസ്തു ഒരു വിഗ്രഹമായി അല്ലെങ്കിൽ ഒരു കാവിലാണ് നേർച്ച നേർന്നത്. നേർച്ച നേർന്നാൽ രോഗം മാറും. രോഗം മാറാൻ സാധ്യതയുണ്ട്. അങ്ങനെ രോഗം മാറും. പിന്നെ പിശാച് ചില ഉപകാരങ്ങൾ ഉപദ്രവമൊക്കെ ചെയ്യും നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആ നിലക്ക് പിശാച് ഉപകാര ഉപദ്രവങ്ങൾ ചെയ്യും എന്നും വിശ്വസിച്ചുകൊണ്ടാണ് ഈ കാവിലേക്ക് നേർച്ച നേർന്നത്. അങ്ങനെ ചെയ്താൽ പ്രത്യക്ഷത്തിൽ അവൻ കാഫിറാണ് എന്ന് വിധിക്കപ്പെടും. കാര്യം എന്താണ്? റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ തന്നെ, പ്രവാചകന്റെ കാലഘട്ടത്തിൽ തന്നെ ചില ആളുകൾ ഇത്തരത്തിൽ ഉറുക്ക് മന്ത്രിച്ചു കെട്ടിയ നൂലൊക്കെ കെട്ടിക്കഴിഞ്ഞപ്പോൾ സഹാബികൾ വന്ന് തന്നെ അത് വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം അവസാനം പറയാ, അമ്പലത്തിൽ പോയാൽ പ്രത്യക്ഷത്തിൽ കാഫിറാണ്, മുശ്രിക്കാണ്. എന്തുകൊണ്ടാണ് മുശ്രിക്കായത്? അത് അമുസ്ലിങ്ങളുടെ ആരാധനാ രീതി ആയതുകൊണ്ട്. അമുസ്ലിങ്ങളുടെ ആരാധനാ രീതി ആയതുകൊണ്ടാണ് മുശ്രിക്കായത്. അത് വിധി മാത്രമാണ്. അമുസ്ലിങ്ങളുടെ ആരാധനാ രീതിയായതിനാൽ അത് കുഫ്റാണ്, അവൻ മുശ്രിക്കാണ് എന്ന് വിധിക്കപ്പെടും പ്രത്യക്ഷത്തിൽ. അടിവരയിട്ടുകൊണ്ട് മനസ്സിലാക്കണം, അടിവരയിട്ടുകൊണ്ട് മനസ്സിലാക്കണം. ശരി, അങ്ങനെ ബാഹ്യമായി പ്രത്യക്ഷത്തിൽ അങ്ങനെ വിധിച്ചു എങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം അള്ളാന്റെ അടുക്കലുള്ള വിധി എന്താ? രണ്ട് വിധിയുണ്ട്. ഒന്ന് പ്രത്യക്ഷത്തിൽ നമുക്ക് നോക്കിക്കാണാവുന്ന വിധി, രണ്ടാമത് അള്ളാഹുവിന്റെ അടുക്കലുള്ള വിധി. ആ വിധി എന്താ? അത് ഇതിന്റെ ബാക്കിയായി മുസ്ലിയാർ പറയുന്നുണ്ട്. അതുകൂടി കേട്ടാൽ ഈ വിഷയം നമുക്ക് നന്നായി മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ബൈ ചാൻസ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം വിചാരിക്കുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്, അങ്ങേയറ്റത്തെ ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ കഴിയുന്നവൻ അള്ളാഹു മാത്രം, ഈ ദൈവങ്ങൾക്കൊന്നും കഴിയില്ല, ഈ പിശാചുകൾക്കൊന്നും സ്വയം കഴിവില്ല എന്ന് വിശ്വസിച്ചു കൊണ്ടാണ് നമ്മൾ ഈ നേർച്ച നേർന്നതെങ്കിലോ, എന്നാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രത്യക്ഷത്തിൽ, കാരണം നിങ്ങളുടെ വിശ്വാസത്തിന്റെ പ്രവർത്തനങ്ങളാണ് നിങ്ങൾ കണ്ടത്, ആ ലാഹിർ അനുസരിച്ചാണ് കാഫിറായി മുശ്രിക്കായി ഗണിക്കുമെങ്കിലും ഹത്താ ലൗ ഉലിമ, അറിയപ്പെട്ടാൽ അന്നഹു ലം യസ്ജുദ് ലഹ, ആ വിഗ്രഹത്തിനോ അവൻ സുജൂദ് ചെയ്തതോ അല്ലെങ്കിൽ പ്രാർത്ഥിച്ചതോ വഖൽബുഹു മുത്മഇന്നും ബിൽ ഈമാൻ, യഥാർത്ഥ വിശ്വാസം മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് നേർച്ച നേർന്നത്, അങ്ങനെ തന്നെയാണ് പ്രാർത്ഥിച്ചത്, അങ്ങനെ തന്നെയാണ് സുജൂദ് ചെയ്തത് എന്ന് അറിയപ്പെട്ടാൽ ലം യുഹ്കം ബികുഫ്രിഹി, അവൻ കാഫിറാണെന്ന്, അവൻ മുശ്രിക്കാണെന്ന് കണക്കാക്കപ്പെടുകയില്ല. ഫീമാ ബൈനഹു വ ബൈനല്ലാഹി തആല, അല്ലാഹുവിന്റെ അവന്റെ ഇടയിൽ സ്വകാര്യ ജീവിതം. പ്രത്യക്ഷത്തിൽ നമ്മൾ കാഫിർ ചെയ്യുന്ന ആരാധനാകർമ്മം നടത്തിയത് കൊണ്ട് കാഫിറായി കണക്കാക്കും, നമ്മുടെ കൂട്ടത്തിൽ നിർത്തും. ഉള്ളില് അവന് വിശ്വാസം ഉണ്ടോ ഇല്ലേ അത് അള്ളി അവനും തമ്മിലായിക്കോളും, അത് നമ്മൾ കണക്കാക്കൂല. ഉള്ളിൽ ആൾ കാഫിറാന്ന് വിധി എഴുതപ്പെടാൻ പാടില്ല. ഇതാണ് മസ്അല. ഇത് ആ വിധത്തിൽ തന്നെ വളരെ വ്യക്തമായി സമാനമായ രണ്ട് മസ്അലകൾ നമ്മുടെ ആധികാരികമായ ഗ്രന്ഥമായ ഫത്ഹുൽ ബാരിയിൽ വളരെ വ്യക്തമായി ഫത്ഹുൽ ബാരി തഫ്സീർ വിശദീകരിച്ചിട്ടുണ്ട്. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇന്ന റഹ്മ സുജൂദി റഹ്മ ശംസി, സൂര്യൻ പോലത്തെ വസ്തുവിന് സുജൂദ് ചെയ്യൽ. കാരണം സൂര്യനെ മറ്റു മതസ്ഥർ പൂജിക്കുന്ന വസ്തുവാണ്. റസൂലുള്ളാഹി കൊണ്ടുവന്നൊക്കെ സ്ഥിരീകരിക്കുന്ന ഒരു യഥാർത്ഥ മുസ്ലിം തന്നെ സുജൂദ് ചെയ്താലും കഫറ, ആള് കാഫിറാണ്. ഇജ്മാൻ, ഏകകണ്ഠം. സുമ്മ വജ്ഹു ഖൗലിഹി കുഫറ, അതെങ്ങനെ കാഫിറാക? ബി അന്നഹു യദുല്ലു, ഉള്ളിൽ വിശ്വാസം ഉണ്ടല്ലോ, അതിന് മറുപടി പറയാ. ബി അന്നഹു യദുല്ലു അലാ അദമി തസ്ദീഖി ളാഹിറൻ, പ്രത്യക്ഷത്തിൽ അവന് വിശ്വാസമില്ല എന്നതിൽ അറിയിക്കുന്നുണ്ട്. വനഹ്നു നഹ്കു ബില്ലാഹി
കാഫിർ, നമ്മൾ പ്രത്യക്ഷമായ രീതി അനുസരിച്ചാണ് മതവിധി പറയുക, ഒരു ഉള്ളോക്കിയിട്ടല്ല. പുറത്ത് കാഫറുകൾ ചെയ്യുന്ന ആരാധനയാണ് അവൻ കണ്ടത്, അതുകൊണ്ട് കാഫറായി മുശ്രിക്കായി ഗണിക്കപ്പെടും. ഹത്താ ലൗ ഉലിമ ലം യസ്ജുദു ലഹാ അലാ സബീലി തഅലീം, വിഗ്രഹത്തിന് പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ടോ വഅതിഖാദുൽ ഉലൂഹിയത്തി, ആ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്ക് ഉലൂഹിയത്ത് കൽപ്പിച്ചുകൊണ്ടോ അല്ല സുജൂദ് ചെയ്തതെന്നാൽ അറിയപ്പെട്ടാൽ ബൽ സജദ ലഹാ വഖൽബുഹു മുത്മയിന്നുൻ ബിൽ ഈമാൻ, ഈ ഉറച്ച ഈമാനുമായിട്ടാണ് സുജൂദ് ചെയ്തത് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടാൽ ലം യുഹ്കം ബികുഫ്രി, അവൻ കാഫിറാണെന്ന് വിധിയില്ല. ഫീമാ ബൈനഹു വബൈന അല്ലാഹി തആല, അല്ലാഹുവിന്റെയും അവന്റെയും ഇടയിൽ വൈൻ ഉജ്രി അലൈഹി ഹുക്മുൽ കുഫ്രി ഫിൽ ളാഹിർ, പ്രത്യക്ഷത്തിൽ കുഫറിന്റെ വിധിയാണ് നാം നടപ്പാക്കുക എങ്കിലും. തുഹ്ഫ 9:92. സഹോദരങ്ങളെ, അപ്പൊ ഇപ്പൊ എന്തായി? പറഞ്ഞു വന്നപ്പോ കാഫിറാവോ? കാഫിറാവൂല. ചായയാണോ കാപ്പിയാണോ? ചാപ്പി. ഒന്നോ രണ്ടോ ഒരണ്ട്, ആർക്കും പ്രശ്നമില്ലല്ലോ. ചോദിച്ചതെന്താ? ഒരു മനുഷ്യൻ ഓന് പാമ്പ് കടിയേറ്റപ്പോ എന്തെടുത്ത് അവൻ കാവിൽ പോയിട്ട് ഒരു സ്വർണ്ണപ്പാമ്പിനെ സമർപ്പിച്ചു. ഒരാളുടെ അനുഭവം പറഞ്ഞിട്ട് അയാളോട് ചോദിച്ചത്. പറഞ്ഞ മുസ്ലിം നമുക്കറിയാലോ, മൂപ്പരുടെ പേര് തന്നെ അമ്പലക്കടവ് എന്നാണ്. അപ്പൊ മൂപ്പര് നാടിനോട് സ്നേഹമുള്ള, അപ്പൊ അങ്ങോട്ട് വിളിക്കും അമ്പലക്കടവിലേക്ക്, അല്ലേ? അമ്പലക്കടവിൽ നിന്ന് വന്നാളാ, അതുകൊണ്ടായിരിക്കാം. അങ്ങനെ കാവിൽ പോയിട്ട് നേർച്ച നേർന്ന ആൾ, അയാളെ കുറിച്ചുള്ള ഹുക്കുമെന്താ, അങ്ങനെ ചോദിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോഴാണ് മറുപടി വരുന്നത്. എന്ത്? പ്രത്യക്ഷത്തിൽ ചെയ്താൽ കാഫിർ. നമ്മൾ നോക്കുമ്പോൾ ഒരാൾ ഇങ്ങനെ ചെയ്യണമെങ്കിൽ അവൻ കാഫിറാണെന്ന് പറയും, കാഫിറാണെന്ന് വിധിക്കപ്പെടും. പക്ഷേ അള്ളാഹിനടുക്കൽ അവൻ കാഫിറാകില്ല. കാര്യം എന്താ? അവൻ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം ഉൾക്കൊണ്ടിട്ടാണ് അങ്ങനെ ചെയ്തതെങ്കിൽ അള്ളാഹിനടുക്കൽ കാഫിറാവില്ല. നമ്മളിപ്പോ ആരുടെ പ്രീതിയെ നോക്കല്? മനുഷ്യന്മാരുടെ പ്രീതിയാണോ? മനുഷ്യന്മാരുടെ പ്രീതിയല്ലല്ലോ, അള്ളാന്റെ പ്രീതിയല്ല നമ്മൾ നോക്കൽ, അള്ളാന്റെ അഭിപ്രായമല്ല നമ്മൾ നോക്കല്. ആളുകൾ എന്തും വിളിച്ചോട്ടെ, പടച്ചൊമ്പുരാനെടുക്കാൻ നമുക്കൊരു കുഴപ്പമില്ല എങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം വല്ല പ്രശ്നമുണ്ടോ? ഇല്ല. അപ്പൊ മൂപ്പര് പ്രസംഗിച്ച് അവസാനം വന്നിട്ട് ഒരു കിതാബിലെ ഇബാറത്തും വായിച്ചിട്ടാ പറയുന്നത് അള്ളാനെടുക്കെ കാഫിറാവില്ല. കിതാബിലെ ഇബാറത്തിലുള്ളത് എന്താണെന്നറിയോ? ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് മനസ്സിൽ യാതൊരുവിധ താളീമുമില്ല, ബഹുമാനവുമില്ല, ഒരു ഉപകാരവും പ്രതീക്ഷിക്കുന്നില്ല, ഒരു ഉപദ്രവവും പ്രതീക്ഷിക്കുന്നില്ല. എന്നാൽ അങ്ങനെയുള്ള ഒരു മനുഷ്യൻ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ, നിർബന്ധിത സാഹചര്യത്തിൽ അവനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചെയ്താൽ അത് ശിർക്കാന്ന് പറഞ്ഞുകൂടാ എന്ന നിലക്കാണ് അത് വ്യാഖ്യാനിക്കുന്നത്. ഇനി അതല്ല മുസ്ലിയാർ പറഞ്ഞതുപോലെയാണ് എന്ന് തന്നെ വിചാരിക്കുക. അത് പറഞ്ഞാളാരാ? ഇബ്നു ഹജർ ഹൈതമിയാണ്. ഇബ്നു ഹജർ ഹൈതമി പറഞ്ഞത് മുഴുവൻ ഇവർ സ്വീകരിച്ചിട്ടുണ്ടോ? ഇബ്നു ഹജർ ഹൈതമി തന്നെയാ പറഞ്ഞത് പെണ്ണിന് കയ്യെഴുത്ത് പഠിക്കൽ ശറഹിൽ മക്റൂഹാണ്, അല്ലേ? ഇവര് പറഞ്ഞില്ലേ പെണ്ണിന് കയ്യെഴുത്ത് പഠിക്കാൻ പാടില്ല, ശറഹിൽ മക്റൂഹാണ് എന്ന വിധി പറഞ്ഞത് ഇബ്നു ഹജർ ഹൈതമിയുടെ ഇബാറത്ത് നോക്കിയിട്ടാണ്, ഉദ്ധരണി നോക്കിയിട്ടാ വിധി പറഞ്ഞത്. ഇപ്പോ അത് സ്വീകരിച്ചോ? ഇബ്നു ഹജർ ഹൈതമിയുടെ ആ റിപ്പോർട്ട് സ്വീകരിച്ചോ? ഇല്ല. എങ്കിൽ ഇത് സ്വീകരിക്കാൻ പറ്റോ? പറ്റില്ല. മുസ്ലിയാരെ സംബന്ധിച്ചിടത്തോളം അയാൾ പറഞ്ഞത് സുന്നത്ത് ജമാഅത്തിന്റെ ആദർശം സ്വീകരിച്ചുകൊണ്ട് ഒരാൾ അമ്പലത്തിൽ പോയി ഇതുപോലെ തന്നെ നേർച്ചയാക്കിയാൽ അള്ളാഹിന്റെ അടുക്കൽ കാഫിറാവില്ല, റബ്ബിന്റെ അടുക്കൽ കാഫിറാവില്ല. കണ്ടോ, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാമെന്ന വാദത്തിൽ തുടങ്ങി അമ്പലത്തിൽ പോയി അമ്പലത്തിൽ പ്രതിഷ്ഠയ്ക്ക് മുന്നിൽ സുജൂദ് ചെയ്യാൻ നേർച്ചയർപ്പിക്കാമെന്ന് പറയുന്ന വാദത്തിലേക്ക് വരെ ക്ഷണിച്ചുകൊണ്ടാണ് മുസ്ലിയാക്കൾ